അപ്പോൾ ഗൗരീശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൗരീശങ്കരത്തിലെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ ശങ്കറും ഗൗരിയും അടിയും വഴക്കും ഒക്കെ ആയിട്ട് ജീവിച്ചതിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു പ്രതീക്ഷിക്കാതെ അവർ വീണ്ടും ഒന്നിച്ചത്. സന്തോഷത്തോടെ ശങ്കറിന്റെയും ഗൗരിയുടെയും ഒക്കെ ജീവിതം ഇങ്ങനെ ആരംഭിച്ചത്. പക്ഷേ അതിനിടയിലും ചില വഴക്കും അടിയൊക്കെ അവർക്കിടയിൽ സംഭവിച്ചു. അങ്ങനെ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളായിട്ട് അവർ കുറച്ചു ദിവസം പിണങ്ങിയിരുന്നതിന് ശേഷം വീണ്ടും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതങ്ങൾ മാറി മറിയാൻ പോവാണ്. ഇനി എന്തായാലും അടിമുടി മാറ്റത്തോടെ നമ്മുടെ ഗൗരീശങ്കരം മാറിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശങ്കറിനും ഗൗരിക്കും ഇടയിലുള്ള വഴക്ക് ഊതിപ്പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ശ്രമിക്കുന്നുണ്ട്. ഗൗരി പറയുന്നത് പോലെയാണ് ശങ്കർ കേൾക്കുന്നതെന്നും ഒരാണായി നീ ജീവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്റെ ജീവിതം ആയിപ്പോവും എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ ഒരുപാട് മഹാദേവൻ കളിയാക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗൗരിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മഹാദേവൻ വിചാരിച്ചത് ഇതോടെ ശങ്കറും ഗൗരിയും തമ്മിലുള്ള വഴക്ക് വീണ്ടും വീണ്ടും കൂടുമെന്നും വീണ്ടും അവർ അടിച്ചു പിരിഞ്ഞ് രണ്ടും രണ്ട് പാത്രമാവും എന്നൊക്കെയാണ് മഹാദേവൻ വിചാരിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ ശങ്കറും ഗൗരിയും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ശങ്കർ ഗൗരിയെ കളിയാക്കുകയും പിന്നെ അവരുടെ പ്രണയവും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആദർശിന്റെ വീട്ടിൽ മറ്റൊരു പ്രശ്നത്തിന് തുടക്കം കുറിക്കുകയാണ്. മുത്തശ്ശി എല്ലാവരോടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആരതിയുടെ വിവാഹ നിശ്ചയം നടത്തണമെന്നും മിഥുന്റെ വീട്ടുകാർ ചിലപ്പോൾ കല്യാണം ഇത്ര പെട്ടെന്ന് തന്നെ നടത്തണം ഇന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണവും കാര്യങ്ങളൊക്കെ കരുതണമെന്ന് മുത്തശ്ശി എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തൻ്റെ അനിയത്തിയുടെ കല്യാണമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേണി പറയുന്നുണ്ട് കല്യാണത്തിന് എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. തൻ്റെ അച്ഛന് ഒരുപാട് പൈസ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എത്ര പണം വേണമെങ്കിലും വാങ്ങിച്ച് തരാം എന്ന് വേണി അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വേണി ഉപദേശിക്കുകയും ഇപ്പം നന്ദിനിയമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ കൊച്ചായി പോകത്തില്ലേ എന്നുള്ള രീതിയിൽ നന്ദിനിയമ്മ സംസാരിച്ചത് വേണിക്ക് സങ്കടമായി. അപ്പം ഞാൻ ഈ വീട്ടുകാരെയാണ് ഒരുപാട് സ്നേഹിക്കുന്നത്, എൻ്റെ വീട്ടുകാരല്ല എനിക്ക് സ്വന്തം, എനിക്ക് ഈ വീടാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും എൻ്റെ സ്വന്തം ആളായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളാരും എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ നന്ദിനിയമ്മയ്ക്ക് ആ ഒരു കാര്യം കേട്ടപ്പോൾ സങ്കടം വന്നു. നന്ദിനിയമ്മ പറയുവാണ് ഞാൻ എൻ്റെ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ വേണിയാണ്. എൻ്റെ 3 മക്കൾ അല്ല എനിക്ക് പ്രധാനം, എനിക്ക് നീയാണ് പ്രധാനം. അതുകൊണ്ട് നീ ഇനി ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അമ്മ വേണിയെ ആശ്വസിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ സ്നേഹവും കാണുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ അമ്മായിയമ്മയും മരുമകളും ഭയങ്കര സന്തോഷത്തിൽ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആദർശം ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, നമ്മുടെ ഇത്രയും വേണിയെ എല്ലാവരും സ്നേഹിക്കുമ്പോഴും ആദർശിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദർശിന് രഞ്ജു സങ്കടപ്പെട്ടാൽ അത്രത്തോളം സങ്കടം വരും എന്നുള്ള രീതിയിലാണ് ആദർശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രഞ്ജുവിനെ നേരെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ രഞ്ജുവിനെ അവിടെ ഓഫീസിൽ കാണാനില്ല. അപ്പൊ കാണാത്തത് കൊണ്ട് തന്നെ ആദർശ് ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ രഞ്ജുവിന് വയ്യ എന്നും അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് രഞ്ജു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഉടനെ ഓടിക്കൊണ്ട് രഞ്ജുവിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ് നമ്മൾ ആദർശ്. പക്ഷെ പഠിച്ച കളിയായ രഞ്ജു ആദർശിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും പയറ്റുവാണ്. രഞ്ജുവിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ നീ എന്നെ വേറെ രീതിയിലൊന്നും കാണരുത്, ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, നീ അങ്ങനെ എന്നെ കാണാവൂ എന്ന് ആദർശ് രഞ്ജുവിനോട് പറയുന്നുണ്ട്. അത് കേട്ടപാടെ നമ്മൾ രഞ്ജു ഉടനെ തലറങ്ങി വീണ് അഭിനയിക്കുവാണ്. അങ്ങനെ ആദർശ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. രഞ്ജുവിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് പേടിച്ച് വരണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ നിൽക്കുന്നത് അതിന്റെ കൂടെ തന്നെ രഞ്ജുവിന്റെ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വഴികളും കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദർശ്. അങ്ങനെ ഈ ഒരു പ്രശ്നം നമ്മുടെ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം അധ്വാനത്തിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ ശങ്കർ. അങ്ങനെ ആ ഒരു കാര്യം അജിത്തിനോടും ജോജുവിനോടും നമ്മുടെ ശങ്കർ തന്നെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ ഒരുപാട് പൈസയും കാര്യങ്ങളും തരുന്നുണ്ട്, പക്ഷേ എനിക്ക് അതല്ല, എൻ്റെ സ്വന്തം വിയർപ്പിലൂടെ അധ്വാനിച്ച് എനിക്ക് അന്നം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശങ്കറിനെ മുഖത്ത് നോക്കി ആരും ഇത് പറഞ്ഞു എന്ന് ജോജുവിനും അജിത്തിനും മനസ്സിലായി. പക്ഷെ അജിത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ഇല്ല, ശങ്കർ ഭായി
അത്രയും നല്ല മാസല്ലേ, അപ്പൊ ശങ്കർബായിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ആരാ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ അജിത്തും ജോജു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷെ ശങ്കറിനല്ലേ അറിയാവൂ, ശങ്കറിന്റെ സ്വന്തം പെണ്ണാണ് ശങ്കറിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജിത്തിനെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു അമ്പലത്തിൽ ഇടയ്ക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് ആളെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ശങ്കർ പറയുവാണ്, എന്തായാലും ഇടയ്ക്ക് കൊട്ടാനല്ലേ ഞാൻ പൊയ്ക്കോളാം, നീ എനിക്ക് ആ ജോലി സെറ്റാക്കി താ എന്നൊക്കെ പറഞ്ഞ അവസാനം ശങ്കർ ആ ഒരു ഇടയ്ക്ക് കൊട്ടിന് പോകുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയുമാണ്, പിന്നെ താനൊരു കലാകാരനും കൂടിയല്ലേ, അപ്പൊ പിന്നെ എനിക്ക് അത് ജോലി ഇഷ്ടപ്പെടും, അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഗൗരിയും ജീവിക്കും എന്നൊരു സന്തോഷത്തിൽ ശങ്കർ ഓടി വീട്ടിലോട്ട് പോകുമ്പോൾ മണിമുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മണിമുത്തശ്ശിയോട് കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്താണ് ഗൗരി വരുന്നത്. അപ്പൊ ഗൗരി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗൗരിയോട് ശങ്കർ സത്യം പറയാനായിട്ട് തയ്യാറാവുന്നില്ല. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെയും ഇതെന്ത് ചെയ്താലും ഗൗരി പറഞ്ഞിട്ടാണ് ശങ്കർ ചെയ്യുന്നത്, ഗൗരിയുടെ വാലും തുമ്പിലാണ് ശങ്കർ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവിടെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ശങ്കർ ഇനി ജോലിക്കും കൂടി പോകുന്നുണ്ട് എന്നുള്ള സത്യം അറിയുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഗൗരി അവർ പാടുപെടുത്താൻ പോകുന്നത്? ഗൗരിയെയും ശങ്കറിനെയും തകർക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും മഹാദേവനും ഒക്കെ ശ്രമിക്കുമ്പോൾ കട്ടയ്ക്ക് ശങ്കർ ഗൗരിയുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു വലയം, ആ ഒരു ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും ചാരങ്ങാട്ടുകാർക്ക് സാധിക്കുമോ, അതോ ഇനി വീണ്ടും ശങ്കറും ഗൗരിയും ഒന്നിക്കുവാണ്? എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളെ ഏതുവരെ പോകും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം. അതുവരേക്കും ബൈ.